ഹായ്. അപ്പം ഇന്ന് ജൂൺ 1, 2026, അതായത് പ്രവേശനോത്സവം. അതായത് സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന ദിവസം. അപ്പം ഞാനിങ്ങനെ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അതായത് പിള്ളേരൊക്കെ ഇങ്ങനെ വണ്ടിയിലും ഇതിലൊക്കെ ഓട്ടോയിലെല്ലാം ഇങ്ങനെ പോകുന്നത് കണ്ടു. അപ്പം നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഞാൻ മിസ് ചെയ്തു എൻ്റെ ഒരു ചെറിയ കാലഘട്ടം. അതായത് ചെറിയ പ്രായത്തിൽ ഞാൻ കുടയും ബാഗും നോട്ട്ബുക്കും ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ പ്രവേശനോത്സവത്തിലും പോയിരുന്ന് 1ാം ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ഞാനിങ്ങനെ ആലോചിക്കുമ്പം ഒരു നല്ലൊരു ഇതിലാണ് ഉണ്ടായ. അതായത് നല്ലൊരു ഫീൽ തോന്നുന്നുണ്ട്. ഇപ്പം ആ കാലഘട്ടം നമുക്കൊന്നും കൂടെ തിരിച്ച് കിട്ടിയെങ്കിലോ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തായിരുന്നു. കാരണം നമ്മൾ ചെറുപ്പത്തിൽ ജീവിച്ചിട്ടുണ്ടാവും. കാരണം സ്ട്രെസ്സില്ല, അതായത് ഒന്നും ചിന്തിക്കണ്ട, സ്കൂളിൽ പോവുക, ചെറിയ ക്ലാസ്സിലിരിക്കുക, പഠിക്കുക, ചെറിയ അക്ഷരമാലയൊക്കെ പഠിക്കുക, അതുപോലെ തന്നെ കളിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടുണ്ടായി. ഇപ്പം രാവിലെ ഏകദേശം മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം വെയിലാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചക്ക് വിടുന്ന ദിവസം കൂടെയാണ്. അപ്പം പിള്ളേരൊക്കെ ഭയങ്കര ഇതിലായിരിക്കും ഉണ്ടാവുക. അതായത് ഒന്നാമത് ഉച്ചക്ക് വിടുന്നതും പിന്നെ പ്രവേശനോത്സവത്തിൻ്റെ ഒരു അതായത് പുതിയ കുട, ബാഗ് അങ്ങനത്തെയൊക്കെ ആയിരിക്കും ക്ലാസ്സിലൊക്കെ എല്ലാവരും കൊണ്ടുപോവുക. ഇപ്പോൾ ഇവിടെ രണ്ടാളുണ്ട് എണീച്ചിട്ട്. ഞാൻ കാണിച്ചുതരാം. ഇതാ ബ്രഷ് ചെയ്യുമ്പോൾ ഇപ്പം ബ്രഷ് ചെയ്യാൻ പോയിട്ടാണുള്ളത്. ഇപ്പം വരും, എണീച്ചത്തേ ഉള്ളൂ. ഇപ്പം ഏകദേശം 9 സംതിങ് ആയി. 9 മണി, 9:30, 10 മണിയോട് അടുക്കുന്ന സമയം. അപ്പോൾ നമുക്ക് ബാക്കി ഓൻ വന്നിട്ട് എടുക്കാം. വേറെന്തോ സാധനം 2 സാധനം കൂടെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് നോക്കാം. ഓക്കെ. ആരു സ്കൂളിൽ പോകുന്നില്ലേ? ജൂൺ 1 ഇപ്പോളെ മൈക്ക് എടുത്തോ, അല്ലെങ്കിൽ കേൾക്കില്ല. എനിക്ക് ജൂൺ 5 തുറക്കും സ്കൂൾ. ഇവർ മുംബൈയിലായതുകൊണ്ട് തന്നെ ഇവർക്ക് ജൂൺ 5 തുറക്കും. അപ്പോൾ ഇപ്പം 1-ാം തീയതി തുറക്കുന്ന വെച്ചാൽ കേരളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ആയിരിക്കും. ഇപ്പം സാധാരണ പിള്ളേരൊക്കെ ഇങ്ങനെ നടന്ന പോലെ കാലമുണ്ട്. ഇപ്പം എല്ലാവർക്കും വണ്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും വണ്ടിയിലാണ് പോകുന്നത്. പിന്നെ വെയിലും കൂടിയാണ്, നല്ല വെയിലാണ്. പുറത്തെല്ലാം നല്ല വെയിലല്ലേ? അതെ. അപ്പോൾ നല്ല വെയിലും കൂടിയാണ്. അപ്പം നമ്മളിങ്ങനെ നോക്കിയിരിക്കാം, പിള്ളേർ പോകുന്നുണ്ടോ, കാര്യങ്ങളിങ്ങനെ നോക്കിയിരിക്കുക. ഒരു രസമാണ് അത്, അല്ലേ? അപ്പം പതിപോലെ ചന്ദ്രയായിട്ട് അവിടെ മീൻ വെക്കുന്നുണ്ട്. സോ മീൻ വാങ്ങാൻ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. സോ അതൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിൽ രാവിലെ നടക്കുന്ന സംഭവം. പിന്നെ ഒരു രാവിലെ 6 മണി സമയത്തൊക്കെ പാലൊക്കെ കിട്ടും ഇവിടെ. പാൽ സൊസൈറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഒരു ചെറുത് വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. ഞാനിപ്പം വേണ്ട ഞാൻ കഴിച്ചു. ചായയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എണീച്ചുള്ളൂ. അപ്പം ചെക്കൻ പ്രൈമറി സ്കൂൾ കഴിഞ്ഞു. LKG UKG കഴിഞ്ഞാൽ ഇനി 1ാം ക്ലാസ്സിലേക്ക്. അപ്പം ചെറുത് ഇവിടെയുള്ള ഏറ്റവും ചെറുത് 1ാം ക്ലാസ്സിലേക്കാണ്. അപ്പം ജൂൺ 6 ഇനി ബാഗും കുടയും എല്ലാം ആയിട്ട് പോകും. ബുക്കെല്ലാം ആയിട്ട് എല്ലാം ഇനിയും വാങ്ങണ്ടേ പോയിട്ട്? ഇപ്പം വാങ്ങണം പോയിട്ട്. ഇവിടുന്നാണോ വാങ്ങുന്നത്, അവിടെ നിന്നാണോ? അപ്പം ഇവിടുന്ന് വാങ്ങിയിട്ട് അവർ അങ്ങോട്ട് കൊണ്ടുപോകാനായിരിക്കും. ഇവൻ്റെ അച്ഛൻ വരുന്നത് നാളെയോ മറ്റന്നേ എത്തും. അറിയില്ല, അച്ഛൻ പറയുന്ന 3-ഓ 4-നോ എത്തും. പിന്നെ 1-ാം തീയതി. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുക, പിള്ളേരെങ്ങാനും പോകുന്നുണ്ടോ എന്ന്. എല്ലാവരും കാറിലും ബൈക്കിലും. വെയിലായതുകൊണ്ട് തന്നെ നടക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ അങ്ങോട്ട് സ്കൂളിലെത്തുമ്പോൾ വേർക്കും ചെയ്യും എന്തായാലും. സോ അങ്ങനെയാണ് നമ്മളിങ്ങനെ. ഞാനിപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ 8ാം ക്ലാസ്സിലായിരുന്നു. കാരണം ഇവിടെ വെച്ചാൽ നമുക്ക് ബോംബെയിലെന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് കൂടുതലാണ്. ലൈക്ക് ഇപ്പോൾ ഇവിടെ കേരളത്തിലെങ്ങനെയാണ്, ഇപ്പോൾ അംഗനവാടി LKG UKG അങ്ങനെയാണല്ലോ.
പക്ഷെ നമ്മൾ ബോംബെയിൽ പ്രീ സ്കൂള്, പിന്നെ നഴ്സറി, പിന്നെ LKG UKG അങ്ങനെ. ഓ അങ്ങനെയുണ്ട്. എന്നിട്ടേ ഒന്നിലേക്ക് പോകും. അങ്ങനെയുണ്ട്. കാലിൻ്റെ പരിപ്പളകിയാലും പ്രവേശനോത്സവം കാണും എന്ന മട്ടിലാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത്. പോകാൻ പറ്റുന്നു. എൻ്റെ തലേൻ്റെ ബാക്കിൽ വരച്ചിട്ടുണ്ടല്ലോ വേറെ. കുറേ മുടിയായി വിചാരിച്ചോ. നിൽക്കാം, കാര്യമായിട്ട് റെഡിയാകുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം. സ്കൂളിൽ കയറ്റവും അറിയില്ല, പക്ഷേ നമുക്ക് നോക്കാം. ഇവരെ പിടിച്ച് ഒന്നിൽ ഇരുത്തിയാലാടാ. ശരിയാ, ഇരുത്തിയാലോ ഇവനെ കൊണ്ടുപോയിട്ട്. നിൽക്കുമെന്ന് അറിയില്ല. ഇത് പായി പാടുന്നു. എനിക്ക് സ്കൂൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് പായി. ഇങ്ങനെയാ സംഭവം. നമ്മൾ ഇവിടെയുണ്ട് പ്രവേശനോത്സവം TV കാണിക്കുന്നത്. ഞാൻ കാണിച്ചുതരാം. കണ്ട ചെറിയ ചെറിയ പിള്ളേർ പായസമൊക്കെ കൊടുക്കുന്നു, ലഡുവൊക്കെ കൊടുക്കുന്നു. ഭയങ്കര രസമാണ് ഇതൊക്കെ കാണാൻ. അപ്പം നമുക്ക് ഇവിടുത്തെ സ്കൂളിൽ പോയി നോക്കാം. പിന്നെ അറിയില്ല, അത് ഓരോ പിള്ളേരിങ്ങനെ പോയിക്കൊണ്ടുണ്ട് സ്കൂളിലേക്ക്. സോ ഇപ്പം ചെറുങ്ങനെ പോകാൻ തുടങ്ങി. അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ പിള്ളേരെയും കൂട്ടി കൈപിടിച്ച് ഇങ്ങനെ നടക്കും. അതായത് ജൂൺ 1-ാം തീയതി. അത് കണ്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെ ഞാനും പോയതാ. അപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഇപ്പം കാണുമ്പോൾ, അതായത് അന്നത്തെ ഒരു കാലവും അന്നത്തെ ഒരു ഇതൊക്കെ കാണാമെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. അപ്പം നമുക്ക് ഇനി പ്രവേശനോത്സവത്തിന് പോകാൻ പറ്റുമോ അറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം പറ്റുമെന്ന്. പറ്റിയപ്പം ഓക്കെ. ലഡു കൊടുക്കുന്നു പിള്ളേർക്ക്. അപ്പം നമ്മളിന്ന് എവിടെയാ പോന്നേ? ഒരാൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സ്കൂളിൽ നമ്മൾ പ്രവേശനോത്സവം കാണാൻ പോകണം. ഉള്ളിൽ കയറാൻ പറ്റുമോ അറിയില്ല, പക്ഷെ നമ്മൾ പോവാണ്. നമ്മൾ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. കാല് ശരിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടുന്ന് അടുത്തായതുകൊണ്ട് സ്കൂള്, അതായത് ഞാൻ പഠിച്ച സ്കൂളാണ്, അതായത് ഇവൻ്റെ അമ്മ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ഇവനെ നമ്മൾ ചേർക്കും ചിലപ്പോൾ അവിടെ. അപ്പോൾ നമുക്ക് നേരെ സ്കൂളിലേക്ക് പോയി നോക്കാം അവിടെ എന്താ നടക്കുന്നത് നോക്കാം. ഉള്ളിൽ കയറ്റും അറിയില്ല, പക്ഷെ നമുക്ക് പോയി നോക്കാം. നല്ല രസമുണ്ടാവും. പിള്ളേരിങ്ങനെ കൊടയും ബാഗും എല്ലാം പുസ്തകമായിട്ട് സ്കൂളിലേക്കും. താങ്ക് യു. പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി എനിക്കൊരു പേട വന്നു. ഞാനല്ല 1-ാം ക്ലാസ്സിലേക്ക് വന്നു, നീയാന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് എന്താ നടക്കും നോക്കാം. ഓക്കെ, അപ്പോൾ സ്കൂളിലെത്തി പ്രാർത്ഥന നടക്കാം. സോ നമ്മളിങ്ങനെ സ്കൂളിൽ ഇങ്ങനെ കയറാം. പ്രെയർ കഴിഞ്ഞു. ചെറുത് സ്കൂളിലേക്ക് പോലെ ചേർക്കയ്യനാ. സ്കൂളിൽ ഇങ്ങനെ വെക്കാം. പിള്ളേരെ കണ്ട ഇതാ പിള്ളേര്. വാക്ക് എന്താ പറയണ്ടെന്നാ എന്നാ പറ. ആരും ഇവിടെ ഉണ്ട്. അടുത്ത് വീട്ടിൽ പോകാന്ന് പറയുന്നത്. എന്തേ? ഗെയിം കളിക്കാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പോവാ. എന്താ 36 ആകുമ്പോ പോവാ. എന്തേ? ഇനി പേടിയായി തോന്നുന്നു. ഇതെല്ലായിട്ട് എങ്ങനെ നിൽക്കുന്നുണ്ടോ? അപ്പം ഒരാൾക്ക് മടുത്തു. ഇതേട്ടാ സൈക്കിൾ അവിടെ. ഒരാൾക്ക് മടുത്തു, അതായത് പിന്നെ നിൽക്കാൻ ക്ഷമയില്ല അല്ലേ? ക്ഷമ തീരില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ? ഓക്കെ, വീട്ടിൽ പോയിട്ട് കാണാം. പക്ഷെ ഇതാണ് നമ്മൾ സ്കൂള്. ഞാനൊക്കെ പഠിച്ച സ്കൂളായത് ഉണ്ട്. പക്ഷെ ചെറുതുണ്ട്. സോ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കാരണം ഇയാൾക്ക് ബോറടിച്ചു.
അതുകൊണ്ട് നമുക്ക് നേരെ തിരിച്ച് വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ. ഓക്കെ. സോ ഗൈസ്, അപ്പം നമ്മൾ സ്കൂളിൽ പോയി നേരെ തിരിച്ച് വീട്ടിലെത്തി. സോ എന്താ നമ്മളെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരാൻ കാരണം? ചെക്കന് ബോറടിച്ച് അവിടെ നിന്നിട്ട്, അതായത് പ്രസംഗമൊന്നും ഇവൻ അങ്ങനെ കേൾക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ചെറിയതായിട്ട് ബോറടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ആരും ഉണ്ട് ഇവിടെ, നമ്മളിപ്പോൾ എത്തിയുള്ളൂ. അപ്പം ഇന്നത്തെ പരിപാടി എന്താ? ഓ, ലൈഫ്. ആടാ പിന്നെ പിള്ളേരെ കണ്ടിട്ട് നിനക്ക് 1ാം ക്ലാസ്സിൽ പോകാൻ തോന്നിനാ? എന്താ എന്ത്? അത്രയും പിള്ളേരെ കണ്ടോണ്ടായിരിക്കും ഇതിന് മതിയായത്. അത്രയും പിള്ളേരെ കണ്ടപ്പോൾ ഇവൻ വിചാരിച്ചു എന്നെയും 1ാം ക്ലാസ്സിൽ ചേർക്കാൻ പോവാണ്, ഞാനിനി മുംബൈയിലേക്ക് തിരിച്ചില്ല എന്ന് വിചാരിച്ചു. അല്ലേ? അങ്ങനെ അറിയില്ല, പേടിച്ചുപോയി, ഒരു നിമിഷം പതറി. അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. പിന്നെ അവിടെ വെച്ചാൽ ഭയങ്കര ചൂടുമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതാ ഫാൻ്റെ ചോട്ടിലിരിക്കാൻ പോകുന്ന ആള് അടുത്ത ആള് ഗെയിം കളിക്കാൻ പോകും. അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തി. പ്രവേശനോത്സവം എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. അവിടെ വെച്ചാൽ കുറേ കുഞ്ഞു പിള്ളേർ ബലൂണ് അതുപോലെ കിരീടം ഒക്കെ ചൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം ബാക്കി ചെക്കനോട് ചോദിച്ചൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. ഇനി നല്ല പാട്ടും ഡാൻസെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ പെൻസിലും പെന്നെല്ലാം കിട്ടട്ടി. അവിടെ എല്ലാം തരും. അതല്ല, അവർ നല്ല പെൻസിലും കാര്യങ്ങളും തരും, ബുക്ക് തരും, ബാഗ് തരുമായിരിക്കും ചിലപ്പം. ഇപ്പം ഇവൻ അവിടെ നിന്നില്ല ഗൈസ്, അതായത് 1 ചേർക്കൊന്ന് പേടിച്ച് അവിടെ നിന്നില്ല. അതുപോലെ ആരുവിനെ 7 ചേർക്കുമെന്ന് വിചാരിച്ച് ആരും അവിടെ നിന്ന് വിട്ടു. ആരുവിന് ഇവിടെ ചേരാനാ? ആടെയാണോ ഇഷ്ടം, ഇവിടെയാണോ? ഇവിടാന്ന് വെച്ചാ എനിക്ക് ആരുവിനും അവൻ്റെ സ്വന്തം സ്കൂൾ തന്നെ ഇഷ്ടം. വേറെ ഏത് സ്കൂളിലും ചേർത്താലും ചേരൂല, അല്ലെങ്കിൽ പോകില്ല എന്നാണ് പറയുന്നത്. അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ മുങ്ങും എന്നാണ് പറയുന്നത്. ക്ലാസ് കട്ട് ചെയ്ത് മുങ്ങും. അതായത് 9 മണിക്ക് സ്കൂളിൽ പോയാൽ 10 മണിക്ക് ഇൻ്റർവെല്ലാണ്, 10 മണിക്ക് തിരിച്ചു വരും വീട്ടിലേക്ക് എന്നാ പറയും. ഇതേടെ പോന്നേ? ഫോണോ എന്തോ തിന്നാനോ അല്ലെങ്കിൽ മിച്ചറോ. എടാ നീ ഫോം കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട്. എടാ കള്ളാ, ഫോൺ കളിക്കാൻ വേണ്ടിയിട്ട് ആരും അവിടെ നിന്ന് പോണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നീയല്ലേ പോണെന്ന് പറഞ്ഞേ? പിള്ളേരെല്ലാം കണ്ടിട്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത്രയും ചെറിയ പിള്ളേര് കിരീടം പിന്നെ ബലൂണ് എന്തൊക്കെയോ വെച്ചിട്ട് ഉണ്ടായിരുന്നു. ഞാനിതിൽ വീഡിയോ ആഡ് ചെയ്യാം. സോ നല്ല രസമുണ്ടായി. പിന്നെ പ്രസംഗമായിരുന്നു ഉണ്ടായത്. അപ്പം ഇനി വെച്ച പായസം കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ലഡു വിതരണം ചെയ്യുമായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാവും നടത്താൻ. അപ്പം പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. അപ്പം ചെറിയ കുട്ടികളെ നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുക. പഠിത്തത്തിലും ആയാലും അതുപോലെ തന്നെ കളിക്കേണ്ട കാര്യത്തിലായാലും. പിന്നെ മൊബൈൽ അധികം കൊടുക്കാണ്ടിരിക്കുക. മാക്സിമം മേലനങ്ങിയിട്ടുള്ള കളികൾ കളിപ്പിക്കുക. അതായത് നിങ്ങളും സ്പെൻഡ് ചെയ്യുക പിള്ളേരുടെ ഒപ്പം. പിന്നെ കളിക്കാനും അതുപോലെ കഥകൾ പറഞ്ഞു കൊടുക്കാനെല്ലാം സ്പെൻഡ് ചെയ്യുക അല്ലേ. ഇതുപോലെ മൊബൈലും കളിച്ചിരിക്കുക. അത് കാണാലോ. അപ്പൊ ഇന്നലെ RCB ജയിച്ചു. RCB ജയിച്ചു. എന്നാ പറയാനില്ല RCB ജയിച്ചിട്ട്? സാല കപ്പ് നന്ദു നന്ദേ കിട്ടാൻ പോവാണ്. അതെയാ? അത് ഹിന്ദി തന്നെയാ? കന്നഡയാണ് അപ്പൊ അത്. സോ ഇപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ അയാൻഷിനെ വൈകുന്നേരം വീണ്ടും സ്കൂളിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ 5 മണിക്കൂർ ഇരുത്തും. എന്നിട്ട് രാവിലെ മുതലുള്ള പ്രസംഗം TV-യിൽ വെച്ചുകൊടുത്ത് കേൾപ്പിക്കും. പ്രസംഗം കേൾക്കാൻ ഇങ്ങനെ ഒരു മടിയാ. നല്ല പ്രസംഗമായിരുന്നില്ലേ? എന്നാ പറഞ്ഞേ?
ആ അതിലൊന്നും കേട്ടിട്ടൊന്നുമില്ല. പോവാന്നല്ല ആക്കുന്നില്ല, അങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് എന്ന് വെച്ചാൽ പ്രസംഗം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ സ്കൂളിൽ ഉണ്ടാവില്ലണ്ടോ? അസംബ്ലി കുറേ നേരം ഉണ്ടാവും ഇങ്ങനെ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറേ നേരം കേൾക്കില്ല. അതുകൊണ്ട് പറഞ്ഞു നമുക്ക് നേരെ വീട്ടിൽ പോവാം. അപ്പോഴത്തേക്ക് ഫോൺ കളിക്കാനായിരുന്നു വീട്ടിലേക്ക് വന്നതെന്ന് ഞാനിപ്പോൾ. അള്ളൻ ഡേയ് ആ ഇവിടെ വന്ന് മൊബൈലിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവേശനോത്സവത്തിൻ്റെ ഇടയ്ക്ക് ചാടിയത്. അങ്ങനെ നമ്മൾ പ്രവേശനോത്സവത്തിൻ്റെ ചെറിയൊരു ദോശ വേണ്ട. സോ അങ്ങനെ പ്രവേശനോത്സവത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. വലിയ തരത്തിലുള്ള വീഡിയോ ഒന്നുമല്ല. നമ്മളൊന്നും സ്കൂളിൽ പോയി ഇവിടെ അടുത്തില്ല. അതായത് ഞാൻ ചെറുപ്പത്തിൽ LP UP 1ാം ക്ലാസ്സൊക്കെ പഠിച്ച ഒരു സ്കൂളായിരുന്നു അതപ്പം. അവിടെ ജസ്റ്റ് പോയി ചെക്കനെ കൊണ്ട് പോകണം തോന്നി, അപ്പം അങ്ങനെ പോയി. ജസ്റ്റ് പിള്ളേരൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. കാരണം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു ചെറുപ്പത്തിലൊരു കുട്ടിക്കാലം ഓർമ്മ വരും. അപ്പം അങ്ങനെയല്ലായിരുന്നു. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് അതിനിപ്പം രണ്ടാളും ഗെയിം കളി തുടങ്ങി, അതുകൊണ്ട് അവരെ ഉൾപ്പെടുത്താത്ത. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ.